കെന്നഡി പറയുന്നത് ഏറ്റവും ശക്തമായി ഇടപെട്ടത് BJP ആണ് എന്നാണ്. അങ്ങ് ആ ബെയിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ, ബെയിൽ ഈ പറയുന്ന ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടാവുമല്ലോ, ബെയിൽ ഓർഡർ വായിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് അതിൽ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഈ കെന്നഡി ആദ്യം ആ ബെയിൽ ഓർഡർ എടുത്ത് വായിക്കുക. കോടതി എന്താണ് ആ ബെയിൽ ഓർഡറിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നത് വളരെ കൃത്യമായി വായിക്കണം. കോടതി പറയണത് ഈ FIR ഇട്ടത് പോലും ഒരു മിയർ ആപ്രിഹെൻഷൻ്റെ പുറത്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. എന്താണ് ആപ്രിഹെൻഷൻ? വെറുതെ ആരുടെയോ ആശങ്കയുടെ പുറത്ത്. എത്ര പരാതിക്കാരുണ്ടെന്നറിയാമോ കെന്നഡിക്ക് ഇതിനകത്ത്? ഒരു പരാതിക്കാരനാണ്, ഒരാൾ. ആ പരാതിക്കാരൻ്റെ ആശങ്കയുടെ പുറത്ത് കന്യാസ്ത്രീക്കെതിരെ രവീനകം, ഈ രവീനകം എന്ന് പറയുന്ന ഒരാളുടെ ആശങ്കയ്ക്ക് പുറത്ത് കന്യാസ്ത്രീകൾക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് ചുമത്തി 9 ദിവസം അകത്തിട്ട് കഴിഞ്ഞിട്ട് കോടതി അത് വിശദമായി കേസ് ഡയറി എടുത്ത് പരിശോധിക്കുന്നു. ആദ്യമായി കേസ് ഡയറി കൊണ്ടുവരണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കേസ് ഡയറി കൊണ്ടുവന്ന് കേസ് ഡയറി പരിശോധിച്ചിട്ട് കോടതി പറയുകയാണ്, the FIR was prepared on a mere apprehension. എന്താണ് അതിന്റെ അർത്ഥം എന്ന് കെന്നഡിക്ക് അറിയാം. വെറും ആശങ്കയുടെ പുറത്തൊരു അടുത്ത കാര്യം കോടതി വളരെ കൃത്യമായി പറയുകയാണ്. ഇടവേളയ്ക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ഷൈജു, അങ്ങ് വരുന്നതിന് മുൻപ് ഇവിടെ ഘോരഘോരം ശ്രീ കെന്നഡി വാദിക്കുകയായിരുന്നു. നൈജീരിയയിൽ ഇപ്പൊ ഷോൺ ഇറങ്ങിയിട്ടുണ്ട്, കോങ്കോയിലൊക്കെ ക്രിസ്ത്യാനികളെ വേട്ടയാടുകയാണ് മുസ്ലിങ്ങളെന്ന. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ എല്ലാ ആദരവോടുകൂടി പറയുകയാണ് ശ്രീ കെന്നഡി, ആ ജഡ്ജിന്റെ പേരങ്ങൊന്ന് വായിക്കണം. അങ്ങ് ബെയിൽ ഓർഡർ വായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി കിട്ടുമല്ലോ, ആ ജഡ്ജിൻ്റെ പേര് ഒന്നങ്ങ് മനസ്സിരുത്തി വായിക്കണം. അത് പ്രധാനമായിരിക്കും അങ്ങ് ഇത്തരം വാദഗതികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ.